അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസിലൂടെ ഒരു ദിവസം ഒരറിവ്. ഈ വിഷയത്തിൽ നമ്മുടെ ചാനലിൽ നടക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇതിന്റെ മറ്റു ഭാഗങ്ങൾ കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. ഹദീസ് മുഖേന ഒരറിവ് നേടുക എന്നത് വിവിധ അറിവുകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ഹദീസുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഉണ്ടായിരിക്കെ ആ ഹദീസുകളിൽ നിന്ന് കുറെ ഹദീസുകളുടെയെങ്കിലും സാരം, അതിന്റെ അറബി പഠിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ അതിന്റെ ഒരു പരിഭാഷ, അതിന്റെ ആശയമെങ്കിലും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു അറിവ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഉപകാരമുള്ള അറിവ് തന്നെ ആയിരിക്കും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. قال رسول الله صلى الله عليه وسلم إذا أراد الله بعبده الخير عجل له العقوبة في الدنيا وإذا أراد الله بعبده الشر أمسك عنه بذنبه حتى يعافي به يوم القيامة. നാം മനസ്സിലാക്കേണ്ട ആശയമാണിത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ കൊണ്ട് ഖൈറിനെ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ, ദുന്യാവിൽ നിന്ന് തന്നെ അവനിക്ക് അല്ലാഹു ശിക്ഷ നേരത്തെ നൽകും. ഇവിടുന്ന് തന്നെ നൽകും ശിക്ഷ. അങ്ങനെ ഇവിടുന്ന് തന്നെ ശിക്ഷ കിട്ടുമ്പോ ഖൈറാണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അവനിക്ക് ബോധോദയം വരും. അങ്ങനെ അവനിക്ക് ബോധം വരുമ്പോ ചെയ്തത് ഇനി ശിക്ഷ കിട്ടിയത് ഇന്നാലിന്ന തെറ്റ് ചെയ്തത് കൊണ്ടാണെന്ന് അവനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവന് അല്ലാഹുവിലേക്ക് മടങ്ങും, തൗബ ചെയ്യും. അപ്പൊ അവനിക്കത് ഖൈറായി മാറും. അല്ലാതെ ഇവിടെ നിന്ന് ശിക്ഷ കിട്ടി എന്നത് കൊണ്ട് ആൾ നന്നാവും എന്നല്ല. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഒരടിമയെ കൊണ്ട് അല്ലാഹു ശർറ ഉദ്ദേശിച്ചാൽ അംസക അൻഹു ബിദംബിഹി, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇവിടെ നിന്ന് കൊടുക്കാതെ അല്ലാഹു തടഞ്ഞു നിർത്തും. അങ്ങനെ ഇവിടെ നിന്ന് നൽകാതെ അത് പരിപൂർണമായി ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ മുഅ്മിനായ, പരിപൂർണമായ മുഅ്മിനായ മനുഷ്യൻ, പക്ഷേ അവന് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റിന് അല്ലാഹു ഇവിടെ നിന്ന് തന്നെ അതിന്റെ ശിക്ഷ നൽകി, പരീക്ഷണങ്ങൾ നൽകിയാൽ മിക്കവാറും ആ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് മടങ്ങും, തൗബ ചെയ്യും, പിന്നീട് നന്മകൾ ചെയ്യും. ഇനി അത് ഉണ്ടായില്ലെങ്കിൽ തന്നെ അവന് ആ ശിക്ഷ ഇവിടെ നിന്ന് തന്നെ അനുഭവിച്ചത് കൊണ്ട് അവൻ യഥാർത്ഥ മുഅ്മിനാണ് എങ്കിൽ നാളെ ആഖിറത്തിൽ അവന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. അതേസമയം ഒരു തെറ്റ് ചെയ്തിട്ട് അതിനുള്ള ശിക്ഷ ഇവിടെ നിന്ന് നൽകാതെ അല്ലാഹു പിന്തിച്ചു വച്ചാൽ അവനിക്കത് ആഖിറത്തിലെ ശർറായിരിക്കും. അവിടെ വലിയതായ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്. അവിടെ പിന്നീട് തൗബ ചെയ്യാൻ സ്ഥലം ഇല്ല, അവസരമില്ല, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതാണ് ഈ ഹദീസിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നന്മകൾ ചെയ്യാനും അല്ല തിന്മകളും ജീവിതത്തിൽ വന്നാൽ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനും നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
വിജയികളിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ ചാനലിൽ അംഗങ്ങളായ അനേകം ആളുകളുണ്ട്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും. അവരൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കൂട്ടത്തിലുണ്ട്. അവര് അല്ലാഹു തആല അതിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അവരുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.